റഫേൽ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആകാശത്തിന്റെ കാവൽക്കാരൻ എന്ന ധൈര്യം നമുക്കുണ്ട്. എന്നാൽ ഈ റഫേൽ വിമാനത്തിന്റെ നിർമ്മാതാക്കളായ ഫ്രാൻസ് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. തങ്ങളുടെ അത്യാധുനിക യുദ്ധവിമാന സാങ്കേതികവിദ്യ ഒരു രാജ്യത്തിനും കൈമാറില്ലെന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പിടിവാശി ഇന്ത്യയെയും യുഎഇയെയും പോലെ അവരുടെ വലിയ സുഹൃത്തുക്കളെപ്പോലും അകറ്റുകയാണ്. എന്താണ് ഈ ടെക്നോളജി ട്രാൻസ്ഫർ വിവാദം? ഫ്രാൻസിന് എന്ത് നഷ്ടപ്പെടാൻ പോകുന്നു? നമുക്ക് നോക്കാം. റഫേൽ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫൈറ്റർ ജെറ്റുകളിൽ ഒന്നാണ്. ഇന്ത്യ, ഈജിപ്ത്, ഖത്തർ, യുഎഇ തുടങ്ങി ഒട്ടേറെ രാജ്യങ്ങൾ ഇത് വാങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇവരൊക്കെ ഇപ്പോൾ ഒരു കാര്യത്തിൽ അതൃപ്തരാണ്: സാങ്കേതികവിദ്യ കൈമാറ്റം. വിമാനം വിൽക്കാം, പക്ഷേ അതിന്റെ സോഴ്സ് കോഡോ എഞ്ചിൻ സാങ്കേതികവിദ്യയോ തരില്ലെന്ന ഫ്രാൻസിന്റെ നിലപാട് പല രാജ്യങ്ങളെയും അസ്വസ്ഥരാക്കുന്നു. റഫേലിന്റെ പുതിയ M5 വേർഷൻ വികസിപ്പിക്കാൻ യുഎഇ പണം മുടക്കാമെന്ന് കരുതിയെങ്കിലും സാങ്കേതികവിദ്യ തരാൻ ഫ്രാൻസ് വിസമ്മതിച്ചതോടെ അവർ പിന്മാറി. നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയുടെ പക്കൽ റഫേലുകളുണ്ട്. ടാറ്റയുമായി ചേർന്ന് ഇന്ത്യയിൽ വിമാനത്തിന്റെ ഘടനകൾ നിർമ്മിക്കാൻ ഫ്രാൻസ് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ എഞ്ചിൻ സാങ്കേതികവിദ്യയും പ്രധാനപ്പെട്ട സോഴ്സ് കോഡുകളും നൽകാൻ ഫ്രാൻസ് ഇന്നും തയ്യാറല്ല. റഡാറിന്റെയും ഡേറ്റ പ്രോസസ്സിംഗ് യൂണിറ്റിന്റെയും സോഴ്സ് കോഡ് ലഭിക്കാത്തതുകൊണ്ട് ആ വിമാനങ്ങളിൽ ഇന്ത്യയ്ക്ക് സ്വന്തമായി പുതിയ ആയുധങ്ങളോ സോഫ്റ്റ്വെയറോ ഘടിപ്പിക്കാൻ കഴിയില്ല. ഇത് യുദ്ധസാഹചര്യങ്ങളിൽ വലിയൊരു പരിമിതിയാണ്. ലോകമിപ്പോൾ 6ാം തലമുറ യുദ്ധവിമാനങ്ങളിലേക്ക് നീങ്ങുകയാണ്. ബ്രിട്ടൻ, ഇറ്റലി, ജപ്പാൻ എന്നിവർ GCAP എന്ന പദ്ധതിയിലൂടെ ഒന്നിച്ചു പ്രവർത്തിക്കുമ്പോൾ ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ എന്നിവർ FCAS എന്ന മറ്റൊരു പദ്ധതിയിലാണ്. എന്നാൽ സാങ്കേതികവിദ്യ പങ്കുവയ്ക്കാൻ ഫ്രാൻസ് കാണിക്കുന്ന വിമുഖത കാരണം ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ ഫ്രാൻസിനോട് അതൃപ്തിയിലാണ്. ആരും സഹകരിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് ഫ്രാൻസ് തനിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ പ്രോജക്റ്റുകൾ നടത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ആയുധ കയറ്റുമതിക്കാരാണ് ഫ്രാൻസ്. റഫേലിന്റെ വിജയം കാരണം അവർക്ക് അന്താരാഷ്ട്ര വിപണിയിൽ വലിയൊരു പങ്ക് ലഭിക്കുന്നുണ്ട്. ഈ സാങ്കേതികവിദ്യ മറ്റാർക്കെങ്കിലും കൈമാറിയാൽ ഭാവിയിൽ അവർക്ക് വിപണി നഷ്ടപ്പെടുമെന്നും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സ്വന്തമായി ആയുധങ്ങൾ ഉണ്ടാക്കി കയറ്റുമതി ചെയ്യാൻ തുടങ്ങുമെന്നും ഫ്രാൻസ് ഭയപ്പെടുന്നു. ചുരുക്കത്തിൽ, സ്വന്തം വിപണി സംരക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ അവർക്ക് തങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കളെ തന്നെ നഷ്ടപ്പെടുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അത്യാധുനിക സെൻസറുകളും ഭരിക്കുന്ന ഈ കാലത്ത് തനിച്ചു മുന്നോട്ടു പോകാൻ ഫ്രാൻസിന് സാധിക്കുമോ? സാങ്കേതികവിദ്യ കൈമാറാത്ത ഫ്രാൻസിന്റെ ഈ സ്വാർത്ഥത അവരുടെ ആയുധ വിപണിയിൽ വലിയ ഇടിവുണ്ടാക്കുമെന്നത് ഉറപ്പാണ്. ഫ്രാൻസിന്റെ ഈ നിലപാടിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക.